ദൂതന്മാരൊക്കെയും സേവകാത്മാക്കളല്ലയോ? ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുൻപേ, സ്വർഗമുണ്ടാകുമ്പോൾ തന്നെ ദൈവത്തെ ആരാധിപ്പാൻ സേവകരായി സൃഷ്ടിക്കപ്പെട്ടവരാണ് ഈ ദൂതന്മാർ. 300-ലധികം പ്രാവശ്യം വേദപുസ്തകത്തിൽ ദൂതന്മാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ മാത്രം 65-ൽ പരം പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ആമേൻ. ഈ ദൂതന്മാർ, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ ദൂതന്മാരെ ആരാധിക്കാൻ പാടില്ല. വെളിപ്പാട് പുസ്തകം 1 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാം, ആമേൻ, സ്തോത്രം, പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട യോഹന്നാന് കാണിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്ത ദൂതന് ഇതെല്ലാം ചെയ്തു കൊടുത്തത് കൊണ്ട് അവന്റെ കാൽക്കൽ വീണ് ദൂതനെ നമസ്കരിച്ചു യോഹന്നാൻ. അപ്പോൾ ദൂതൻ പറഞ്ഞു, അരുത്, അതരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ നമസ്കരിക്കാൻ പാടില്ല. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? അതാണ് ഇവിടെ അടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നിന്റെയും, യോഹന്നാനെ, നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ. ഹല്ലേലൂയ. കൂട്ടുഊഴിയക്കാരൻ, കൂട്ടുവേലക്കാരൻ, ആമേൻ, കൂട്ടുശുശ്രൂഷകൻ, സേവകാത്മാവ്. ആരുടെ ശുശ്രൂഷ? നിന്റെ. എടാ, ഞാൻ നിന്റെ ശുശ്രൂഷക്കാരൻ, കൂട്ടുവേലക്കാരൻ. നീ എന്നെ കയറി നമസ്കരിക്കാവോ? അതുകൊണ്ട് കുരിശടി ഉണ്ടാക്കി, ദൂതന്റെ പടം ഉണ്ടാക്കി, അതിന് മുൻപിൽ മെഴുകുതിരി വെച്ച് അതിനെ നമസ്കരിക്കുന്ന അറിവില്ലാത്തവരുണ്ടെങ്കിൽ ഈ വേദപുസ്തക വചനം വായിച്ചിട്ട് പരിപാടി നിർത്തിക്കോ. ദൈവവചനം പ്രമാണിക്കുന്നവർക്ക് സേവ ചെയ്യുന്നവരാണ് ഈ ദൂതന്മാർ. അപ്പോൾ അവരെക്കാളും പദവി ദൈവം നമുക്കാണ് തന്നിരിക്കുന്നത്. നാം മക്കൾ, അവർ മക്കളുടെ സേവകർ.